24 ജൂലൈ ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നമ്മൾ ഇന്നലത്തെ വീഡിയോ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് ബജറ്റ് ഡേ ആണ്. ഭയങ്കരമായിട്ടുള്ള വോളട്ടൈൽ ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ അതിനനുസരിച്ച് റിസ്ക് ഉള്ള ആളുകൾ, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ട്രേഡിൽ നിന്ന് മാറിക്കാൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റ്. അപ്പ് സൈഡ് ഡൗൺ സൈഡൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് എൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് എടുത്തത്. ഞാൻ നോർമലി ചെയ്യുന്നതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഇന്ന് ട്രേഡ് എടുത്തത്. ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾക്ക് കാണാം. ടോട്ടൽ 3 ട്രേഡ് ചെയ്തതിൽ 2 സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും ഉണ്ടായിരുന്നത്. ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ നാളത്തെ ലെവൽസ് നോക്കാം. നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ലെവൽ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവൽ 52,475 ആയിരുന്നു. ഇവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അത് രാവിലെ തന്നെ നല്ലൊരു സ്പൈക്ക് മൂവ്മെൻ്റ് ആവുന്നത്. നമുക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കൂടെ ആ ഒരു ഏരിയ നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ നന്നായിട്ട് താഴേക്ക് വന്നു അല്ലേ. അതുപോലെ താഴെ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് മുകളിലേക്കും പോയി. പക്ഷേ അവിടുന്ന് ഒരുപാട് താഴേക്ക് പോയിട്ടൊക്കെയാണ് പോയത്. ഓവറോൾ ഇന്ന് ട്രേഡ് ചെയ്തത് നിഫ്റ്റിയിലാണ് ടാർഗറ്റ് വന്നിരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു, ഒരു ടാർഗറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ നമ്മൾ അപ്പ് സൈഡ് പോകുന്നു പ്ലാൻ ചെയ്ത് 1-2 ഏരിയകളിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ജസ്റ്റ് നല്ല ആ ഒരു ഇവിടെ നിന്നുള്ള ട്രേഡ് തന്നെ ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സ് അബവ് പോയിരുന്നു. പക്ഷേ പ്രോപ്പർ 1 മിനിറ്റിൽ ജസ്റ്റ് ട്രേഡിൻ്റെ അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയൻ്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല. അവിടെ ടാപ്പ് ചെയ്യാതെ മുകളിലേക്ക് പോയി ടാർഗറ്റിലേക്ക് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ സെഷനിലാണ് മൊത്തം 3 ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസൊക്കെ ഒന്ന് നോക്കാം. നാളെ നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ, പ്രോപ്പർ ലെവലുകൾ നോക്കാം. പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ നമുക്ക് ഷോർട്ട് എൻട്രീസിനാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് 24,595 മുകളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ 1-2 ലെവൽസ് ഉണ്ട്. മുകളിൽ ഉള്ള ഒരു ലെവലാണ് 24,646. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ താഴേക്ക് പ്ലാൻ ചെയ്യാന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഏരിയ എന്നായിരിക്കും, 3 ഏരിയ എന്നായിരിക്കും. നാളെയും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ താഴേക്കായിരിക്കും എൻ്റെ ഇനീഷ്യൽ പ്ലാൻ. അതായത് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്ക് ട്രേഡ് എടുക്കും. പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കൊടുക്കും, ടാർഗറ്റും. അത് ഞാൻ ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിലും ഒരു കറക്റ്റായിട്ട് പ്രോപ്പർ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാനൊരു ഏരിയ കണ്ടെത്തി മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് തന്നെ വരണം എന്നുള്ളൊരു വാശി പിടിച്ചിട്ട് ഞാൻ നിൽക്കാറില്ല. മാർക്കറ്റിനോട് നമുക്ക് അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ തരികയാണെങ്കിൽ ട്രേഡ് എടുക്കും. ട്രേഡ് എടുത്തിട്ട് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതാണ് രീതി. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഏരിയ എന്ന് പറഞ്ഞതെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു ഏരിയ നമ്മൾ പറയുമ്പോൾ ആളുകൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട്, എക്സ്പെക്റ്റേഷനാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ അവിടെ പ്രതീക്ഷിച്ചിട്ട് ചെറിയൊരു ട്രേഡ് എടുക്കും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും. അവരെന്ത് ചെയ്യുന്ന ആവറേജ് ചെയ്യും, വീണ്ടും ട്രേഡ് ആഡ് ചെയ്ത് വലിയ ലോസിലേക്ക് വരുത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡ് പ്ലാനൊന്നും ആരും ചെയ്യരുത് കേട്ടോ. കറക്റ്റായിട്ടുള്ള ട്രേഡ് പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് എല്ലാം നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത് വെക്കണം ട്രേഡ് എടുക്കുന്ന ഉടനെ തന്നെ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഹൈ എത്രയും നോക്കാം നമുക്ക്, 544.70. ഇനി താഴേക്കുള്ള ഏരിയാസ് നമുക്ക് നോക്കാം. താഴേക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 24,279 ആണോ ഈ ക്യാൻഡിലിൻ്റെ ലോ എത്രയാണെന്ന് വരുന്നത്? 277 കേട്ടോ. ജസ്റ്റ് ചെറിയൊരു മാറ്റമുണ്ട്. ഇനി അപ്സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയയാണ് 24,277 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ആയിരിക്കും ഞാൻ ഫസ്റ്റ് അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പം നിലവിലുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ ടോട്ടൽ 3 ഏരിയകളാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ടുള്ള ഏതെങ്കിലും സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഏരിയാസൊന്നും ഇപ്പോൾ നമുക്ക് നിലവിലില്ല. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ നാളെ ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന എവിടെയൊക്കെ നോക്കാം. ഓൾറെഡി നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ച കറക്റ്റ് ഏരിയ എന്ന് 475 താഴേക്ക് വന്നിട്ടുണ്ടല്ലേ. ഇനിയുള്ള ആ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഇനി അതിന് ശേഷം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു ഏരിയയാണ് 52,427. ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഡൗൺ സൈഡ് പ്ലാൻ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവുക. അതുപോലെ തന്നെ പിന്നീട് നമുക്ക്
ഈ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകളിലൊന്നും ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു IDX ലിക്വിഡിറ്റി ഏരിയ കാണുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നാളെ ആ ഒരു ഏരിയയിലേക്ക് വരുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി താഴെയുള്ള ഏരിയ നോക്കാം. താഴെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇന്നൊരു ലിക്വിഡിറ്റി ഏരിയയിൽ ജസ്റ്റ് ലാസ്റ്റ് മാർക്കറ്റിൻ്റെ അവസാന സമയത്ത് മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 51,670 ആ ഒരു ഏരിയന്ന് അപ്പ് സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇന്ന് 3 മണിക്ക് ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നാളത്തെ പ്രൈസ് ആക്ഷനും ഈ ഒരു ഏരിയയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു 1 മിനിറ്റിൽ ഒരു സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്ക് തന്നെ പോകും. ഇനി ഇൻ കേസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 52.84 മുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയും കൺസിഡർ ചെയ്യാം. 52.84 മുകളിലാണെങ്കിൽ 51,661 എന്നുള്ള റേഞ്ച് അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡ് പ്ലാൻ ചെയ്യും. ഇതാണ് ഇപ്പോൾ ഇന്ന് നിലവിലുള്ള ഞാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഈ ടോട്ടൽ 3 ഏരിയകളാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ഒരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാനുള്ള 52,427 താഴെ 51,661 അല്ല 670 റേഞ്ചുകളിൽ. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലോട്ടും ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ താഴോട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിവേ ഇതാണ് ഇന്നത്തെ ട്രേഡ്. നാളെ നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഏരിയകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ നമുക്ക് ലെവൽസ് നെക്സ്റ്റ് ഡേയുള്ള ലെവൽസ് അടുത്ത ക്ലാസ്സിൽ മീൻസ് വീഡിയോയിൽ നോക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ചെയ്യുക. ഡെയിലി ഞാൻ ലൈവ് ട്രേഡും ചെയ്യാറുണ്ട്, അതുപോലെ ലെവൽസും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. കമൻറ്റ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷനൊക്കെ ആവും. താങ്ക് യു, ബൈ.